Okay, good morning. Good morning, ma'am. Okay, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് നമ്മൾ തീർന്നിരുന്നു കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH ആണ് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആയിട്ടൊക്കെ എടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാമോ? ചാപ്റ്ററിന്റെ പേജ് നമ്പർ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് എടുത്തു വെക്കാം. ക്വാളിറ്റി അഷ്വറൻസ് ചാപ്റ്റർ. ശരി കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം ഞാൻ പറയാം, ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ രസമൊന്നുമില്ല കേട്ടിരിക്കാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയാണ് കേട്ടോ. കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ, എന്നാലും നമുക്ക് പഠിക്കണ്ടേ, പഠിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഓക്കെ, നോക്കാം കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കേട്ടോ. എന്താണ് അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അഷ്വറിയ എന്ന് പറഞ്ഞാൽ എന്താ? അഷ്വറിയ എന്ന് വെച്ചാൽ എന്താ? ഉറപ്പ് വരുത്തുക അല്ലെ? ക്വാളിറ്റി അഷ്വറിയ അതന്നെ, ഉറപ്പ് വരുത്തുക അതന്നെ. അപ്പൊ ക്വാളിറ്റി അഷ്വറിയ എന്ന് വെച്ചാൽ നമ്മള് അതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ആയിക്കോട്ടെ അല്ലെ, നമ്മളത് എടുക്കുന്ന സമയത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കിട്ടണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ക്വാളിറ്റി അഷ്വറൻസ് ഹെൽത്ത് കെയർ ഫീൽഡിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവിടെ കൊടുക്കുന്ന സേവനങ്ങളിലായിക്കോട്ടെ, പ്രോഡക്റ്റുകളായിക്കോട്ടെ, ഏറ്റവും ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു ഹോസ്പിറ്റലിനൊരു അക്രഡിറ്റേഷൻ, ഈ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുള്ളൂ. അത് മാത്രമല്ല, പേഷ്യന്റിന്റെ സേഫ്റ്റി നമുക്ക് അതിലൂടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇതാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതാണ് നമുക്ക് പഠിക്കാനുണ്ട് NABH പറ്റി പഠിക്കാനുണ്ട്. NABH ആദ്യം തന്നെ NABHന്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എഴുതി വെച്ചോളൂ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ accreditation board for hospitals and healthcare providers. എഴുതിയോ നിങ്ങള്? NABHന്റെ ഫുൾ ഫോം? ഓക്കെ, സഫീറ കറക്റ്റ് ആണ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ പേരിനകത്തുണ്ട് അല്ലെ, ഇറ്റ് ഈസ് എ അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകൾക്കും പിന്നെ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന, അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡി. ഓക്കെ, ബോഡിയാണ് നാഷണൽ. അതായത് നമ്മുടെ വിത്തിൻ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ഹോസ്പിറ്റലുകൾക്കും മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണ് NABH എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും എന്താണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, അത് ആളുകളുടെ ആവശ്യകതകൾ, അവരുടെ നീഡ്സ് അല്ലെ, അവരുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനെ എത്രത്തോളം ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാല് അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം കൊടുക്കുന്നതല്ല, അതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അത് വന്നിട്ട് എന്താണ്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർവീസ് ആവാം, അത് പ്രോഡക്റ്റ് തന്നെ ആവണമെന്നില്ല, ഒരു സേവനമാവാം, ഒരു സർവീസ് ആയിരിക്കാം. അത് ആളുകളുടെ ആവശ്യകതകളെ, അവരുടെ റിക്വയർമെന്റ്സിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, നിറവേറ്റുന്നതിനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പോ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫോം ചെയ്യുന്നത് പല പല സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പിലും, അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ അതിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്താണ്. ഓക്കെ, അങ്ങനെയാണ് അതിന് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ആളുകളിലോട്ട് എത്തിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഓക്കെ, ഈ സ്മാർട്ട് ഫോണിന് അടുത്തൊരു ഡിസ്പ്ലേ ഉണ്ട്, ഇതിനൊരു ക്യാമറയുണ്ട്, അല്ലെ? അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞ എന്താണ്, ഓരോരോ സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഈ സ്മാർട്ട് ഫോണിന്റെ ഇപ്പൊ ഒരു ക്യാമറ, അതൊരു സ്റ്റെപ്പാണ്. അതിനൊരു സ്പീക്കർ ഉണ്ട്, അതൊരു സ്റ്റെപ്പാണ്. അതിനൊരു ഡിസ്പ്ലേ ഉണ്ട്, അതൊരു സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ ഈ ഓരോ സ്റ്റേജിലും അതിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തി അവസാനം എല്ലാം കൂടെ അസംബിൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരൊറ്റ സ്മാർട്ട് ഫോൺ ആയിട്ട് എന്റെ കയ്യിലിരിക്കുന്നത്. അത് തന്നെയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ സ്റ്റേജിലും എന്താണ്, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് വിവിധ സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഫൈനലി നമ്മൾ അതെല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ആ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് വായിക്കാം. Degree to feature a series of inherent characteristics that to fulfill needs. Okay, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. Characteristics suggest a distinguishing feature. Requirements are a need or assumption that is stated, normally implied or mandatory. Degree of adherence to pre-established criteria or standards. എന്തെങ്കിലും മനസ്സിലായത് വായിച്ചത്? പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? വേറൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി അഷ്വറൻസ് ആണ് പഠിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ക്വാളിറ്റി, ക്വാളിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനുള്ളൊരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരുന്നത്. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്, ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ ദ നീഡ്സ്. എന്താണ് പറയുന്നത്? അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ നീഡ്സ്, അല്ലെ, ആളുകളുടെ ആവശ്യകതകൾ, അവരുടെ റിക്വയർമെന്റ്സിനെ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തി, ഡിഗ്രി, അല്ലെ, അതിന്റെ വ്യാപ്തി, അതിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാളിറ്റി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണത്? ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ ദ നീഡ്സ്, ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, അല്ലെ? കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്ത് കെയർ ഫീൽഡ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്, അല്ലെ? അപ്പൊ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ നീഡ്സിനെ, അവരുടെ ആവശ്യകതകളെ അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനെ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിറവേറ്റുന്നുണ്ട് എന്നതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി, അതാണ് എന്ത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്, ഞാൻ പറയാണ് ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, ഞാനത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, എന്റെ ചില റിക്വയർമെന്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ അതിന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടായിരിക്കാം ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്റെ പല കാര്യങ്ങളും റിക്വയർമെന്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അതിപ്പോ നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ഒരു സെന്റൻസിന്റെ ഓരോ വാക്കുകളുമാണ് പിന്നീട് അത് ജസ്റ്റ് ഒരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് നീഡ്സ് എന്നൊക്കെയാണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫീച്ചർ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതൊരു സവിശേഷതയാണ്, അല്ലെ? ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ്സ് തന്നെയാണ്, ആവശ്യങ്ങളാണ്, അല്ലെ? റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്സ് ആർ എ നീഡ് ഓർ അസംഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ്, നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. ആവശ്യം എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലായിരിക്കും, അല്ലെ? ഒന്നില്ലെങ്കിൽ നമുക്ക് നോർമലി ഇംപ്ലൈഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഉള്ള നമ്മുടെ ആവശ്യങ്ങളായിരിക്കാം. അതല്ലെങ്കിലോ മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും, നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ട ചില ആവശ്യങ്ങൾ, അല്ലെ? ആവശ്യം എന്ന് പറയുന്നത് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നീഡ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നീഡ്സ് ആവാം അല്ലെങ്കിൽ അസംഷൻ ആവാം. അസംഷൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രതീക്ഷയാവാം. ആളുകളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷകൾ കൂടിയാണ്, അല്ലെ? അതെന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ആയിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടാവാം, നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. നിങ്ങൾ എന്താണ് ക്വാളിറ്റി എന്ന് മനസ്സിലാക്കി വെക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഫുൾഫിൽ ദ നീഡ്സ് കേട്ടോ. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ ആവശ്യങ്ങളെ, ആവശ്യം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാവാം അല്ലെ, അത്യാവശ്യങ്ങളും ഉണ്ടാവാം, അല്ലാതെ നോർമലി ഉള്ള ആവശ്യങ്ങളായിരിക്കാം. അത്തരം ആവശ്യങ്ങൾ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തി, അളവാണ് അവിടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കിയേ, വേറൊരു രീതിയിൽ അത് ഡിഫൈൻ ചെയ്തിട്ട് നോക്കിയേ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. അങ്ങനെയും നമുക്ക് പറയാം ക്വാളിറ്റിനെ. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അല്ലെ. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലെ. അത്തരം സ്റ്റാൻഡേർഡുകള് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെ. രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ആളുകളുടെ ആവശ്യങ്ങളെ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അളവാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു തരത്തിലുള്ള ഡെഫിനേഷൻ. മറ്റൊരു തരത്തിൽ എന്താ പറയുന്നത്? ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ട് രീതിയിലും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ. പിന്നെ പറയുന്നത് ഇവിടെ ISOനെ പറ്റി പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISO ആണ് കേട്ടോ. ISOന്റെ ഫുൾ ഫോം ഇതാണ് കേട്ടോ. ഇന്റർനാഷണൽ IOS എന്ന് വായിക്കരുത് കേട്ടോ. ഇത് തന്നെയാണ് കറക്റ്റ്. ISO കേട്ടോ. ISOന്റെ ഫുൾ ഫോം ഇതാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. നിങ്ങൾ കേട്ടിട്ട് ISO സർട്ടിഫിക്കേഷൻ, ISO മുദ്ര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ISO എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് ചില സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത് ISO എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ചില മുൻകൂട്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള, സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്വാളിറ്റി എന്താണെന്നത് മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? രണ്ട് രീതിയിൽ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കേട്ടോ. ഈ താങ്കളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഒരുപാട് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ ഏകദേശം ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ അത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനകത്ത് ഓപ്ഷൻ ഈ പറയുന്ന എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, അത് ക്വാളിറ്റി അഷ്വറൻസ് ആണോ, അത് ക്വാളിറ്റി കൺട്രോൾ ആണോ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണോ, മാനേജ്മെന്റ് ആണോ, അതിന് ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് തോന്നും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ. QA എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? It is a part of quality management that is centered on providing confidence that quality requirements will be satisfied. ഇവിടെ വായിക്കാം. Quality assurance is a part of quality management that is centered on providing confidence that quality requirements will be satisfied. എന്താണ് പറയുന്നത്? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ്. അത് വന്നിട്ട് എന്താണ്? ആളുകളുടെ ആവശ്യങ്ങളെ, ഈ പറയുന്ന റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ്. ഓക്കെ സൗമ്യ, ഗുഡ് മോർണിംഗ്. സൗമ്യ ലേറ്റ് ആയി തോന്നുന്നു അല്ലെ കയറാനായിട്ട്. ഓക്കെ, കേൾക്കുക. അതായത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ, ഒരു ആത്മവിശ്വാസം നമുക്ക് തരുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് എന്ത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കട്ടിയാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ആധികാരികമായിട്ടാണ് അതോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നേരത്തെ ഒരു മൊബൈലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഇത് ഫോം ചെയ്യുന്നത് പല പല സ്റ്റെപ്പിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ അഷ്വർ ചെയ്യാണ്, ഉറപ്പുവരുത്താണ്.
ആണ് അല്ലെ. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തതിനു ശേഷമാണ് നമ്മളൊരു ടോട്ടൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടുന്നില്ലേ? അതായത് ഓരോ സ്റ്റെപ്പും നമ്മൾ അത്രയും ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ലേ? ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പഠിക്കുന്നു അല്ലെ, നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ അത്രയും ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഫൈനൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയതിനകത്ത് ഓക്കെ എന്നതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉറപ്പാക്കുന്നത്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇത് തെറ്റാതിരിക്കാനായിട്ട് ഒരു കീവേഡ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ഇതേപോലെ ഇതിന് വിട്ടെന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ല. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന വാക്കുമായിട്ട് നിങ്ങളൊന്ന് ആ ഒരു കീവേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എത്തുമ്പോൾ അത് ആളുകളുടെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ചെയ്യോ ഇല്ല എന്നുള്ളത് അടുത്ത കാര്യം, പക്ഷെ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ക്വാളിറ്റി അഷ്വറൻസ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഇസ് സെന്റേർഡ് ഓൺ പ്രൊവൈഡിംഗ് ദ കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഫ്യൂച്ചർ ആയിട്ടാ പറയുന്നത്, സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു ചെയ്തിട്ടില്ല, ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. അതിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോ കോൺഫിഡൻസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിപ്പോയി ചിന്തിക്കണം ക്വാളിറ്റി അഷ്വറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്, അത് QI എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? QI എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നോക്കാം. It is an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. ഒന്നുകൂടെ വായിക്കാം. Quality improvement is an ongoing response to quality evaluation data about a service in ways that enhance the process by which the services are given to consumers or patients. അതായത് നമ്മൾ ഈ പറയുന്ന കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ കൺസ്യൂമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് അല്ലെ, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങള് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും അല്ലെ, അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന്, നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത്രയ്ക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? മെച്ചപ്പെടലാണ്. ഈ മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണോ? അല്ല, അതിൽ ഒരു പക്ഷെ ദിവസങ്ങളോളം എടുക്കുന്ന, അത് ശരിക്കും പറഞ്ഞ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ ഓൺഗോയിങ് പ്രോസസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഇല്ല അല്ലെ. ചിലപ്പോൾ നാളെ ഒന്ന് ഇംപ്രൂവ് ചെയ്യും, മറ്റന്നാൾ അതിനേക്കാളും കൂടുതൽ ഇംപ്രൂവ് ചെയ്യും, ചിലപ്പോൾ അത് കഴിയുമ്പോൾ കുറെ കൂടെ നമ്മൾ ഇംപ്രൂവ് ആവും എന്ന് പറയാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഇംപ്രൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇംപ്രൂവ്മെന്റ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഓൺ ഗോയിങ് പ്രോസസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലുണ്ടായാൽ മതി. ഒരു സേവനങ്ങള് മെച്ചപ്പെടുത്തണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. അത് ചിലപ്പോൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, മേ ബി ഒരു വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും, തുടർച്ചയായിട്ട് സമയം എടുത്തിട്ടായിരിക്കാം നമ്മളൊരു ഇംപ്രൂവ്മെന്റിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ
ഓൺഗോയിങ് പ്രോസസ് എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾ നോക്കിയാൽ മതി. ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കില്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് an ongoing response to the quality evaluation data about a service in days that enhance the process by which the services are given to consumers or patients. Okay, clear ആണല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേം പരിചയപ്പെടാം കേട്ടോ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM. എന്താണ് TQM കേട്ടോ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കുന്നു കേട്ടോ. TQMന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ദാറ്റ് is centered on the principle that every member of staff should be committed to keeping the high standards of work in every aspect of a hospital's operations. വായിക്കാം. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് is a system of management that is centered on the principle that every member of the staff should be committed to keeping the high standards of work in every aspect of a ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അത് തന്നെ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളും അവിടെ പ്രവർത്തിക്കുന്ന ഓരോ മെമ്പേഴ്സും ഒരു ഹൈ സ്റ്റാൻഡേർഡ്, ഒരു ഉയർന്ന നിലവാരം അവർ കമ്മിറ്റ് ചെയ്യും, ഹൈ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗമ്യ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. എന്ത് പ്രിൻസിപ്പിൾ ആണ്? അതായത് ആ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ മെമ്പേഴ്സുകൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് നിലനിർത്തും, ഒരു ഹൈ സ്റ്റാൻഡേർഡ് അവർ കമ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് ഇത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റല്, അവിടെ എല്ലാവിധ അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജീസ് എല്ലാം ഉണ്ട്, എല്ലാ എക്യുപ്മെന്റ്സുകളും ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അവിടെ ഉണ്ടെന്നിരിക്കട്ടെ. എന്ത് തന്നെ ഉണ്ടെങ്കിലും അവിടുത്തെ സ്റ്റാഫുകൾ എത്രയും കമ്മിറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സേവനം കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ എത്ര ഉപകരണങ്ങൾ, എത്ര അഡ്വാൻസ്ഡ് മെത്തേഡുകളൊക്കെ ഉണ്ടായാൽ പോലും ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത് അവിടുത്തെ സ്റ്റാഫുകളിലൂടെയാണ് അല്ലെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി കെയർ അവിടെ നിന്ന് കിട്ടുള്ളൂ അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നല്ല ഹോസ്പിറ്റലിൽ നല്ല ഫിസിക്കൽ ഫെസിലിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? വളരെ കമ്മിറ്റഡ് ആയിരിക്കണം. അത് രണ്ടും ഒത്തുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി സർവീസ് കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത്? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? TQM എന്താണ്? അടുത്തതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ ആണ് കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി കെയർ ആണ്. അപ്പൊ നമ്മൾ പൊതുവെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി കെയർ അല്ലെ. ക്വാളിറ്റി കെയർ, ഗുണമേന്മയുള്ള ഒരു പരിചരണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ ഇസ് ദ provision of the best possible care through constantly enhancing the service to meet or exceed the needs and hopes of the customer. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ പേഷ്യൻസിന് എന്താണ് ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതാണ് എന്ത് ടോട്ടൽ ക്വാളിറ്റി കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന രോഗികൾക്ക് ഏറ്റവും മികച്ച സേവനം നൽകുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ രീതിയിലും നമുക്ക് സാധിക്കുന്ന ഏറ്റവും മികച്ച പരിചരണങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഇത് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ. ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് ക്വാളിറ്റി കെയർ, എന്താണ് ക്വാളിറ്റി കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഒരു കസ്റ്റമറിന്റെ അവരുടെ ആവശ്യകതകള്, അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന രീതിയിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധ്യമായിട്ടുള്ള പരിചരണം എന്ന് പറയുമ്പോൾ
ഒന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന റേറ്റിൽ വേണം കൊടുക്കാനായിട്ട്, അല്ലെ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള കെയറിങ് വേണം അവർക്ക് കൊടുക്കാനായിട്ട്, അല്ലെ? സാമ്പത്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും എന്തായിരിക്കണം? അഫോർഡബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഡോക്ടർ ക്വാളിറ്റി കെയർ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്തത് അഞ്ചാമത്തെയാണ് ക്വാളിറ്റി കൺട്രോൾ ആണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ അഥവാ QC എന്നാണ് പറയാ. എന്താണ്? QC എന്നാണ് പറയാ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെന്താണ്? ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ദാറ്റ് intends to make sure that the medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, നമ്മുടെ കസ്റ്റമർ നമ്മുടെ പേഷ്യന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ സർവീസുകൾ, മെഡിക്കൽ സേവനങ്ങള് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എന്ന് പറഞ്ഞാല് നമ്മുടെ പേഷ്യൻസിന്റെ ആവശ്യകതകളെ എത്രത്തോളം എന്താ പറയുക നിറവേറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എത്രത്തോളം ക്വാളിറ്റി ക്രൈറ്റീരിയകൾ അത് പാലിക്കുന്നുണ്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രൊസീജിയറുകളാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. വേറെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എത്രത്തോളം നിറവേറ്റുന്നുണ്ട്, എത്രത്തോളം ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ അത് എന്താ പറയുക പാലിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം പ്രൊസീജിയറുകൾ, അതിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ക്വാളിറ്റി കൺട്രോൾ എന്ന് കേൾക്കുമ്പോൾ ഇത് തന്നെയല്ലേ ആക്കി സഫറി ഇൻസ്പെക്ഷനും ടെസ്റ്റിങ്ങും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് തന്നെയാണ്. അതായത് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നതും ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നതും രണ്ടും സെയിം അല്ലേ? ഇത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. രണ്ടും ഏകദേശം റിലേറ്റബിൾ ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും, കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി മുമ്പ് നമുക്ക് ഒരു ഡെഫിനിഷനും കൂടെ വായിക്കാം, എന്നിട്ട് പറയാത്. നോക്കണ്ട, ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി അഡ്ഹിയേഴ്സ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കാം. ഓക്കെ, നോക്കുക, ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ ആസ് ക്വാളിറ്റി കൺട്രോളിനെ ISO 9000 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. എങ്ങനെയാണ്? എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. എന്താണ് പറയുന്നത്? എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അതായത് എല്ലാവിധ ക്വാളിറ്റി റിക്വയർമെന്റ്സുകളും ഫുൾഫില്ല് ചെയ്യുന്നതില് നിറവേറ്റുന്നതില് ഫോക്കസ് ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? എല്ലാ ആളുകളുടെയും പറയുന്ന എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സുകളും ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്, നിറവേറ്റുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നതും ക്വാളിറ്റി കൺട്രോളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് തോന്നും? രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ടില്ല, വിപണിയിലോട്ട് നമ്മൾ എത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ സ്റ്റെപ്പിലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താണ്. അതാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് നമുക്ക് എന്താണ്? ക്വാളിറ്റി ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ആളുകളുടെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് എന്ത് തരുന്നത്? ക്വാളിറ്റി അഷുറൻസ് തരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവെൻഷൻ ഓഫ് മിസ്റ്റേക്സ് ആണ്. അതായത് മിസ്റ്റേക്സ് വരാതെ നോക്കുന്നതാണ് ക്വാളിറ്റി അഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പ്രിവെൻഷൻ ഓഫ് മിസ്റ്റേക്സ് വരാതെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്യാണ്. അതാണ് ക്വാളിറ്റി അഷുറൻസ്. ദാറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് മിസ്റ്റേക്സ് ആണ്. മിസ്റ്റേക്സ് വരാതെ നോക്കലാണ് ക്വാളിറ്റി അഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉറപ്പുവരുത്തലാണ്. ഓക്കെ, അതേസമയം ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതും ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ്. പക്ഷെ ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് ആണ്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് എല്ലാം കഴിഞ്ഞ് ക്വാളിറ്റി അഷുറൻസ് ഒക്കെ നടത്തി നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് വിപണിയിലോട്ട് എത്തിക്കുകയാണ്.
നമ്മൾ റിലീസ് ചെയ്യണം, മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്യാണ്, അത് ആളുകൾ ഉപയോഗപ്പെടുത്താണ്. ഓക്കെ, അത് ആളുകളുടെ കൈകളിൽ എത്തി അവരത് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ചിലപ്പോ എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് പറ്റില്ല. ചിലപ്പോൾ എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഉറപ്പ് വരുത്തും എന്നുള്ളത് നമ്മുടെ വിശ്വാസമായിരുന്നു, അത് ക്വാളിറ്റി അഷുറൻസ് ആണ്. ഓക്കെ, അതേസമയം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിയതിനു ശേഷം ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ എല്ലാ റിക്വയർമെന്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിന്റെ കാര്യങ്ങളിൽ മറ്റുള്ള ക്വാളിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പല നടപടിക്രമങ്ങളിലൂടെ അവരുടെ ആവശ്യകതകളെ നിറവേറ്റുന്ന രീതിയിൽ നമ്മൾ പല മാറ്റങ്ങളാണ് വരുത്തേണ്ടതായിട്ട് വരും. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? അതാണ് ഒരു ചെറിയൊരു വ്യത്യാസം കേട്ടോ. ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി റിക്വയർമെന്റും കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ അഷുറൻസ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡിങ് ദ കോൺഫിഡൻസ് ആണ്. അവരുടെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അഷുറൻസ് നൽകുന്നതെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ആ ഒരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് എത്തിക്കഴിഞ്ഞു, അത് ആളുകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി. ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ റിക്വയർമെന്റ്സും ഉദ്ദേശിച്ച പോലെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ ചെയ്തില്ലാത്ത പക്ഷം നമ്മൾ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് ആണ്. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യലാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾഫിൽ ചെയ്യലാണ് കേട്ടോ ക്വാളിറ്റി കൺട്രോൾ. മറ്റേത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമാണ് ക്വാളിറ്റി അഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ വല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ ഈ ടേമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഓപ്ഷനകത്ത് ക്വാളിറ്റി അഷുറൻസ് ഉണ്ടാവും, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും, പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നരുത്, വ്യത്യാസമുണ്ട് കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ആ കീവേഡ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിനകത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്വാളിറ്റി അഷുറൻസ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള പ്രോസസ് ആണെന്ന് ഓർത്താൽ മതി. സോ ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് റെസ്പോൺസ് ആണ്, അതൊരു കണ്ടിന്യൂസ് റെസ്പോൺസ് ആണ്. ഇനി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ആശുപത്രിയുടെ പ്രവർത്തന മേഖലകളിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് നിലനിർത്തും എന്നുള്ളൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണം കൊടുക്കുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ്. അത് വന്നിട്ട് ആളുകളുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യലാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൽ വരുന്ന പല എന്താ പറയാ അവരുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം നമ്മൾ. അങ്ങനെയുള്ള ചില പ്രൊസീജിയറുകളാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെസ്റ്റിംഗ്, ചെക്കിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ആണ് ആഫ്റ്റർ ദേ ഹാവ് ഹാപ്പൻഡ്. ദാറ്റ് മീൻസ് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ക്വാളിറ്റി കൺട്രോൾ. അഷുറൻസ് എന്ന് പറയുമ്പോൾ സാധനം കയ്യിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തലാണ് ക്വാളിറ്റി അഷുറൻസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് മാറിപ്പോകരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ടേമുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital functions in a desirable condition. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പല എന്താ പറയുക ക്വാളിറ്റി മെഷേഴ്സുകളും സ്റ്റാൻഡേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വിവിധ തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകളും സ്റ്റാൻഡേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ഇൻ ഡിസൈറബിൾ കണ്ടീഷൻ. ക്ലിയർ? അപ്പൊ നമ്മള്
ഇത്രയും ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ എന്താണ് ക്വാളിറ്റി എന്ന് മനസ്സിലാക്കി അല്ലെ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളുടെ, അതായത് ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ്, അത് ആളുകളുടെ ആവശ്യകതകൾ എത്രത്തോളം നിറവേറ്റുന്നുണ്ട് എന്നതിന്റെ അളവ് അല്ലെങ്കിൽ എന്നതിന്റെ വ്യാപ്തി, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഡെഫിനിഷനാണ്. വേറൊരു രീതിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ? പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ ഡിഗ്രി, എന്നതിന്റെ അളവാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി കൺട്രോള്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ദെൻ ടോട്ടൽ ക്വാളിറ്റി കെയർ. ഇത്രയും നമ്മൾ ഓക്കെയാണോ നിങ്ങൾക്ക്? പിന്നെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെയാണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ കേട്ടോ. ഇനി ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്? ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ at the hospital and be responsible for working out and establishing the quality procedures, standards and specification in hospital. അറിയാലോ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ക്വാളിറ്റി പ്രൊസീജിയറുകള്, ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. പേരിൽ തന്നെയുണ്ട്, അദ്ദേഹം എന്താണ്? ക്വാളിറ്റി മാനേജർ ആണ് അല്ലെ? ഓക്കെ. ഹി ഓർ ഷീ മസ്റ്റ് പെർസ്യൂഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഷെയർ ദ റിപ്പോർട്ട്സ്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്സുകളും പ്രൊസീജിയറുകളൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റെസ്പോൺസിബിലിറ്റീസ് ഒരു 13 നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ 13 നിങ്ങൾ നല്ലപോലെ ഓരോ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഈ സെയിം പോയിന്റുകൾ തന്നെ എവിടെ വരുന്നുണ്ട്? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അതിനകത്ത് ഇതേ സെയിം പോയിന്റുകൾ തന്നെ വരുന്നുണ്ട്. അതായത് അതിനകത്തും ഇത് വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി അതിനകത്തും പഠിക്കാനുണ്ട്. അതിനും പറയുന്നത് ഇതേ പോയിന്റുകളാണ് കേട്ടോ, സെയിം പോയിന്റുകളാണ്. ഇപ്പൊ നിങ്ങളത് പഠിച്ചു വെച്ചോ, അവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഒന്നാമത്തെ പോയിന്റ് 13 ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ensuring good quality non-clinical services such as infection prevention, security, diet, etc. ഇതാണ് പറയുന്നത് ensuring good quality non-clinical services like infection prevention, security, diet, etc. അതായത് നമ്മുടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അണുബാധ നിയന്ത്രണം, അതുപോലെ സെക്യൂരിറ്റി, ഡയറ്റ്, അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെയൊക്കെ ഒരു ഗുഡ് ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും നോൺ ക്ലിനിക്കൽ സേവനങ്ങളിൽ മാത്രമേ ഒരു ക്വാളിറ്റി ഉണ്ടായാൽ മതിയോ? പോരാ, ക്ലിനിക്കൽ സർവീസുകളിലും എന്തുണ്ടായിരിക്കണം? ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അതിനായിട്ട് വേറെ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷനും സെക്യൂരിറ്റി, ഡയറ്റ് പോലെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെയും ഒരു ഗുഡ് ക്വാളിറ്റി, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: എൻഷുവറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, OPD areas, wards, labor rooms, operation theatre, and patient facilities and outsourced services. അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം, ഒരു ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വളരെ ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ. കാര്യം ആ ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ഏറ്റവും വൃത്തിയായിട്ടിരിക്കുക എന്ന് പറയുന്നതും ക്വാളിറ്റിയുടെ ഭാഗം തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ OPD ഏരിയാസ് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയസ് ആയിക്കോട്ടെ, വാർഡുകളായിക്കോട്ടെ, ലേബർ റൂമുകളായിക്കോട്ടെ, ഓപ്പറേഷൻ
ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, എല്ലാ ഏരിയകളും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും അല്ലെ. അത് ഉറപ്പാക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൂടാതെ തന്നെ പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ് അല്ലെ, നമ്മൾ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഫെസിലിറ്റികൾ, അവർക്കായിട്ട് കൊടുക്കുന്ന ധാരാളം ഫെസിലിറ്റികളുണ്ട്, ഫിസിക്കൽ ഫെസിലിറ്റീസ് മറ്റുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങളുണ്ട്. ഇപ്പൊ ചില സേവനങ്ങൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് എഴുതി കൊടുക്കും. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? ഒരു ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത് കേട്ടോ. അപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന ഫിസിക്കൽ ഫെസിലിറ്റികൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പുറത്തോട്ട് എഴുതി കൊടുക്കുന്ന ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സർവീസുകളാണെങ്കിലും ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ പോയിന്റ്. എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, OPD ഏരിയാസ്, വാക്സിനേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, periodical assessment of hospitals on quality checklist and arrive at a score for the facility. പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ്, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽസിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ മേഖലകളായിക്കോട്ടെ, അത് നമ്മൾ പീരിയോഡിക് ആയിട്ട് അസസ് ചെയ്യണം അല്ലെ. നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസും മറ്റും നമ്മൾ കണ്ടക്ട് ചെയ്യണം അല്ലെ. റെഗുലർ ആയിട്ട് നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുക. അതിനായിട്ടൊരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ വിവിധ മേഖലകൾ അല്ലെങ്കിൽ അവിടുത്തെ കൊടുക്കുന്ന സർവീസുകൾ, അതെല്ലാം തന്നെ നമ്മൾ പീരിയോഡിക് ആയിട്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തുക. അതോടൊപ്പം തന്നെ അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, ഏറ്റവും നല്ലൊരു റേറ്റിംഗ് സ്കോറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്ഥലങ്ങൾക്ക് ഈ പറയുന്ന പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ വല്ല ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവർ റേറ്റിംഗ് ചെയ്യാൻ പറയും അല്ലെ, 5 സ്റ്റാർ റേറ്റിംഗ്, 4 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് തരുന്ന സേവനങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മറ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്കോർ കൊടുക്കുന്നത് അല്ലെ. എന്നതുപോലെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലെ റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റുകളും ഇൻസ്പെക്ഷൻസും കണ്ടക്ട് ചെയ്യുക, ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി സ്കോറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത പോയിന്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് ആണ് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് ബ്രാക്കറ്റില് ഗ്യാപ്പ് അനാലിസിസ് പറയുന്നുണ്ട്. ഇവോൾവ് ദ ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ ദ കംപ്ലൈന്റ്സ് കേട്ടോ. ഇതാണ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ദാറ്റ് മീൻസ് ഗ്യാപ്പ് അനാലിസിസ്. ഇവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളാണ് കേട്ടോ. ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളാണ് ഇവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ നല്ലതാവണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ, ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലകളും, ഏരിയകളായിക്കോട്ടെ, അവർ കൊടുക്കുന്ന സേവനങ്ങളായിക്കോട്ടെ, ഇംപ്രൂവ് ചെയ്യേണ്ട പല ഏരിയകൾ ഉണ്ടായിരിക്കും അല്ലെ. അതാണ് അവിടെ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ആ ഒരു ലെവലും അവർ എത്തിച്ചേരേണ്ട ഒരു പൊട്ടൻഷ്യൽ പെർഫോമൻസ് ലെവലുണ്ട്, അത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ ഗ്യാപ്പ്. ദാറ്റ് ഈസ് ഇംപ്രൂവ് ചെയ്യേണ്ട ആ ഒരു ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗ്യാപ്പുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് മാത്രമല്ല, തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കണം അല്ലെ. ഇവോൾവ് ദ ആക്ഷൻ പ്ലാൻ, അത് മാർഗനിർദ്ദേശപ്രകാരം ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇൻചാർജിന്റെ എന്താ പറയാ അഡ്വൈസ് അനുസരിച്ച്, അവരുടെ ഗൈഡൻസ് പ്രകാരം ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അല്ലെ. പിന്നെ എന്ത് വേണം? അതിനുശേഷം എന്തെങ്കിലും മോണിറ്റർ ദ കംപ്ലൈന്റ്സ്. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പോരാ, അതെന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം. നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അവിടുത്തെ ഓരോ ആളുകളും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ഈ പറയുന്ന ക്വാളിറ്റി മാനേജറാണ് കേട്ടോ. ഇവിടെ കംപ്ലൈന്റ്സ് എന്ന വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈന്റ് അല്ല കേട്ടോ, പരാതി, ഇത് കംപ്ലൈന്റ്സ് ആണ്. ഇതിന്റെ അർത്ഥം പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ എന്താണ് ഇൻചാർജിന്റെ അഡ്വൈസ് പ്രകാരം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക. അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ഒക്കെ ചെയ്യുക. ഇതൊക്കെ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഫെസിലിറ്റേറ്റ് ദ കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കേട്ടോ. അതായത്
ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അക്രഡിറ്റേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ, അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ഇതിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് അല്ലെ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ഒരുക്കി കൊടുക്കേണ്ടത്, ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ ക്വാളിറ്റി മാനേജറാണ് കേട്ടോ. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് ഇതാണ്, ensuring that the hospital meets all regulatory compliances like BMW, that means biomedical waste management കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്. പിന്നെ ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ, AREB എന്നല്ല AERB എന്നാണ് കേട്ടോ. AERB എന്നാണ്, ഇതൊന്ന് തിരുത്തണം കേട്ടോ. നിങ്ങളുടെ റെഡി ആണോ? കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? AERB എന്നാണ് കേട്ടോ. AERB എന്നാണ് അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AREB എന്നല്ല കേട്ടോ, AERB എന്നാണ് കേട്ടോ. ഒന്ന് തിരുത്തണേ, AERB എന്നാണ് കേട്ടോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലിലെ എല്ലാവിധ റെഗുലേഷൻസും, ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസ് റെഗുലേഷൻസ്, പിന്നെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ റേഡിയേഷൻ ലൈസൻസ്, അത്തരത്തിലുള്ള റെഗുലേഷൻസുകളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? ക്വാളിറ്റി മാനേജറാണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്, ബ്ലഡ് ബാങ്ക് ലൈസൻസ് റെഗുലേഷൻസ്, അതുപോലെ റേഡിയേഷൻ ലൈസൻസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ക്വാളിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. അതൊക്കെ നോക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. 7ാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്, കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with the AMC for all equipments കേട്ടോ. AMCയുടെ ഫുൾ ഫോം എഴുതി വെച്ചോളൂ, അത് അറിയുന്നതായിരിക്കും ചിലപ്പോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. AMCയുടെ ഫുൾ ഫോം അതാണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കേട്ടോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മള് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ ഉപയോഗപ്രദമല്ല, മീൻസ് പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അതുകൂടാതെ കറക്റ്റ് ആണ് കേട്ടോ സഫീർ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് AMC കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങള് അതിന്റെ AMC ഉൾപ്പെടെ, അതായത് അത് മെയിൻ്റനൻസ് ഒക്കെ നടത്തേണ്ട ആ ഒരു AMC ഉണ്ടല്ലോ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട ടൈം ലൈൻ അടക്കമുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് അവിടെ ഉപയോഗിക്കുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അപ്പൊ അത് ചിലത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ റിപ്പയർ ചെയ്യണം അല്ലെ, മെയിൻ്റനൻസും മറ്റും ഒക്കെ ചെയ്യണം. അപ്പൊ അത് റിപ്പയർ ചെയ്യേണ്ട ടൈം ലൈൻ ഉൾപ്പെടെ അതിന്റെ AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ ഓരോ എക്യുപ്മെന്റിനും AMC ഉൾപ്പെടെയുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? അതാണ് ഉദ്ദേശിക്കുന്നത്. 8ാമത്തെ പോയിന്റ് ഇതാണ്, planning and workout procedures towards the upliftment, preventive maintenance of equipment and vehicles and the modernization of the hospital. ഇങ്ങോട്ട് പറയാം, planning and workout procedures towards the upliftment, preventive maintenance of equipment and vehicles and the modernization of the hospitals. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസും മറ്റും ചെയ്യുന്നതിലൂടെ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിലെ മോഡേണൈസേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിനെ മോഡേണായിട്ട് അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക, അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉള്ളത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതൊക്കെ നമ്മളൊരു ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ അല്ലെ. അതായത് കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ്, എക്യുപ്മെന്റ്സിന്റെ ആയിക്കോട്ടെ, അവിടെ വെഹിക്കിൾസിന്റെ ആയിക്കോട്ടെ, അതിന്റെ എല്ലാം പ്രിവെന്റീവ് മെയിന്റനൻസും മറ്റും നടത്തിക്കൊണ്ട് മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിനെ മോഡേൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കുക, അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉള്ളത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, 9ാമത്തെ പോയിന്റ് ഇതാണ്. To install and a virtual grievance redressal system both for employees and the patients. ഇതാണ് പറയുന്നത്, to install and a virtual grievance redressal system both for employees and the patients. കേട്ടോ, ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ, അവിടുത്തെ പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്കായിട്ടുള്ള ഓൺലൈൻ പരാതി പരിഹാര സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സഫീറ കറക്റ്റ് ആണ് കേട്ടോ, അതന്നെ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. കാര്യം നമുക്കറിയാം, നേരിട്ട് ആളുകൾക്ക് വന്ന് പരാതി പറയാൻ, കംപ്ലൈന്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അവർക്കായിട്ട് ഓൺലൈൻ സേവനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അത് രോഗികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അത് ആവശ്യമാണ് അല്ലെ, അതും അവർക്കും വേണം അത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെ പറയുന്നത് സ്ട്രെങ്തൻ ആണ് കേട്ടോ, സ്ട്രെങ്തൻ. അതെ സൗമ്യ, സ്ട്രെങ്തൻ ആണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്യണം കേട്ടോ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS, KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്ക് കേട്ടോ. എന്താണ് MIS എന്താണെന്ന് അറിയാമോ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. അതിന് പഠിക്കൂട്ടെ, നിങ്ങൾക്ക് അതൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. MIS എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ, വേറൊന്നും അല്ലാതെ. അതായത് നമ്മളിപ്പോ എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണല്ലോ ഹോസ്പിറ്റലിലെ പ്രവർത്തനം, അവിടുത്തെ വർക്ക് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ എന്താ പറയാ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ MIS എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടേഴ്സും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഇന്നെല്ലാം സിസ്റ്റം ബേസ്ഡ് ആണല്ലോ, പണ്ടത്തെ പോലെയല്ലല്ലോ, ഇന്നെല്ലാം സിസ്റ്റം ബേസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ സിസ്റ്റംസ് വന്നത് കൊണ്ട് തന്നെ, ഇത്തരം കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ എന്താ പറയാ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസും, അതുപോലെ KPI എന്ന് പറഞ്ഞാൽ എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ, പഠിച്ചോ നിങ്ങളത്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസുകളൊക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട്, കുറെ കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ആക്ഷൻസ് ഒക്കെ എടുക്കുക. ദാറ്റ് മീൻസ് ഈ പറയുന്ന എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറെ കൂടെ വിപുലമാക്കി നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എന്താണ് അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ക്വാളിറ്റി ഉയർത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റി മാനേജർക്കാണ് കേട്ടോ. അടുത്തത് 11ാമത്തെ പോയിന്റ് ഇതാണ്, കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി കേട്ടോ. അതായത് ക്വാളിറ്റി അസസിംഗ് അതോറിറ്റി ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി അസസ് ചെയ്യുന്ന കമ്മിറ്റികൾ, അതോറിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. ആസ് എ ക്വാളിറ്റി മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ അത്. ഓക്കെ, 12ാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്താണ്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതുപോലെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടുള്ള എംപ്ലോയീസുകളുടെ അറിവും വർദ്ധിപ്പിക്കണം അല്ലെ. ഇപ്പൊ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഉറപ്പാക്കേണ്ടത് എന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതിനെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് അവർക്കും അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ലൊരു ക്വാളിറ്റി സർവീസ് നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് അതിനെ പറ്റി അറിവുണ്ടായിരിക്കണം. അപ്പൊ ആ രീതിയിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റി എംപ്ലോയീസിനുള്ള അറിവ്, അവരുടെ നോളജും എന്ത് ചെയ്യാം ഉറപ്പാക്കേണ്ടതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. 13ാമത്തെ പോയിന്റ് ഇതാണ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. എന്ത് ഹോസ്പിറ്റൽ കമ്മിറ്റിയാണ്? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ കമ്മിറ്റി ഉണ്ടായിരിക്കും, അതോറിറ്റി ഉണ്ടായിരിക്കും. ഈ പറയുന്ന കമ്മിറ്റികളുടെയൊക്കെ
കൃത്യമായിട്ടുള്ള നയങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുക, അത് അറേഞ്ച് ചെയ്യാനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ് കേട്ടോ. ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ ഈ പറയുന്ന അവരുടെ നടപടിക്രമങ്ങൾ, അവരുടെ പോളിസികളൊക്കെ ഫ്രെയിം ചെയ്യാനും അത് നല്ല രീതിയിൽ ക്രമീകരിക്കാനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ പോയിന്റുകള്? ഇത് ഇവിടെ പഠിച്ചത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ അകത്ത് സെയിം പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു, ടഫായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവന് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കുറച്ച് പതുക്കെ നമുക്കിത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ISO ഗവൺമെന്റ് നൽകുന്നതാണോ? അല്ല, അതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISO എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ആണത്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകളുടെ ഒക്കെ ഈ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ല കേട്ടോ, ഗവൺമെന്റ് അല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISO എന്ന് പറയുന്നത്. ഓക്കെ, ISO. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും എടുത്ത ഭാഗങ്ങൾ നല്ലപോലെ വായിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.